അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവോസ്തിരുവനായ ഈശോയെ, ഈ ദിനം ഈശോടൊപ്പം എന്ന ദീപികാന ആരാധനയിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയും കുടുംബത്തെയും സമൂഹത്തെയും തിരുവോസ്തിരുവനായ ഈശോയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞങ്ങളെല്ലാ ജീവിതങ്ങളെ ഒരു അനുഗ്രഹവും ഒരു അഭിഷേകവുമായി ഈ ദിനം മാറ്റണമേ. അങ്ങയോടൊപ്പം ഈ ദിനം ജീവിക്കാൻ, അങ്ങയോടൊപ്പം ഈ ദിവസം പ്രവർത്തിക്കാനുള്ള വലിയൊരു കൃപയും അനുഗ്രഹവും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം, വലിയൊരു അഭിഷേകം, വലിയൊരു കരുണ ഈ ദിനം നമ്മുടെ കൂടെ ആകാൻ വേണ്ടി ഇരുകരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം തിരുവചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വചനത്തിന്റെ ആദ്യ ഭാഗമാണ്. തിരുവചനം ഇപ്രകാരമാണ് പറയുക: നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ അന്വേഷിക്കും. ദൈവത്തിന്റെ ശൈലി വെളിപ്പെടുത്തുകയാണ്. മനുഷ്യ ശൈലി നഷ്ടപ്പെട്ടു പോയതിനെ തള്ളിക്കളയുക എന്നുള്ളതാണ്. എന്ന ദൈവത്തിന്റെ ശൈലി നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ അന്വേഷിക്കും. ദൈവമേ, ദൈവത്തിന്റെ ഈ ശൈലി എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയതിന്, എൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയതിന്, എൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് അകന്നുപോയതിന്, ഇങ്ങനെ പല രീതിയിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ശൈലി നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ അന്വേഷിക്കുമെന്ന്. ദൈവമേ, ഈ ഒരു ശൈലി, ഈ ഒരു അഭിഷേകം ഞങ്ങളുടെ ഈ ശൈലിയായി മാറാൻ വേണ്ടി ഈ പ്രഭാത ആരാധനയെ നിയോഗിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞങ്ങൾക്കെതിരെ പറഞ്ഞവരെ, ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരെ, ഞങ്ങളെ അപമാനിച്ചവരെ, തള്ളിക്കളഞ്ഞവരെ, ഇങ്ങനെ പല രീതിയിൽ നഷ്ടപ്പെട്ടു പോയവരെ ജീവിത മേഖലയിൽ തള്ളിക്കളഞ്ഞ് അവരെ ഉപേക്ഷിച്ചിരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ അവരെ തേടിയിറങ്ങുന്ന ഒരു അഭിഷേകം, നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുന്ന ഒരു അഭിഷേകം ദൈവമേ ഈ ദിവസം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ഒരു വലിയ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരുകരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരീ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന. എൻ്റെ പേര് അനുമോൾ ലൂക്കോസ്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾ 2025 നവംബർ 7 ജനിച്ചു.
അന്നു മുതൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വളരെ അപൂർവമായ രോഗം ജനറ്റിക് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. സ്കിന്നിലുണ്ടായി കുമിളകൾ പോലെ തൊലിപ്പുറത്ത് വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ കസിൻ ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ശനിയാഴ്ച റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷൻ കൂടി താബോർ മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. കൈവെപ്പ് ശുശ്രൂഷ സമയത്ത് ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നേൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും കുഞ്ഞിൻ്റെ ഫോട്ടോ മൊബൈലിൽ അച്ഛനെ കാണിക്കുകയും ചെയ്തു. ജോർജി അച്ഛൻ ഫോട്ടോ കണ്ടിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും 140 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും കൺവെൻഷൻ സമയത്ത് അച്ഛൻ വെഞ്ചരിക്കുമ്പോൾ ഞങ്ങളോട് വെള്ളം എടുത്ത് പിടിച്ച് ഓൺലൈനിൽ വെഞ്ചരിപ്പ് കൂടാനും ആ വെള്ളം കുഞ്ഞിൻ്റെ ദേഹത്ത് ഉപയോഗിക്കണമെന്നും പറഞ്ഞു. 6 ആഴ്ച മുടങ്ങാതെ ഓൺലൈൻ കൺവെൻഷൻ കൂടണമെന്നും പറഞ്ഞു. വിശ്വാസമുണ്ടെങ്കിൽ മാറും, സാക്ഷ്യം പറയണമെന്നും അച്ഛൻ ദൈവിക സന്ദേശമായി പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ശുശ്രൂഷയിൽ ഓൺലൈനായി കൂടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കുഞ്ഞിൻ്റെ ശരീരത്ത് പുതിയതായി ഒന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കിന്നിലുണ്ടായ അസുഖം ഇനി ഉണ്ടാകുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞിന് 7 മാസമായി. ഈശോയ്ക്ക് നന്ദി പറയുന്നു. താബോർ മാതാവ് വഴിയായി ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് നന്ദിയും സ്തുതിയും ആരാധനയെ സമർപ്പിക്കുന്നു. ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം